ശാന്തയും സവിതയും വേറെ വേറെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത്. ഇന്ന് വൈകിപ്പോയി. കൊച്ചമ്മ നേരത്തെ വിളിപ്പിച്ചതാ. ഇന്നലെ ക്രിസ്മസിന്റെ പാർട്ടിയായിരുന്നു. വീട്ടിൽ അതിഥികളൊക്കെ വന്നിരുന്നു. വീട് മുഴുവൻ അലങ്കോലായിട്ട് കിടക്കുമായിരിക്കും. അതാ. അതെ, ഈ പണക്കാരുടെ ഒരു കാര്യം ഇതാണ്. എപ്പോ എന്തെങ്കിലും പാർട്ടി വെക്കും. ഒന്നില്ലേ ആ പാർട്ടി, ഒന്നില്ലെങ്കിൽ ഈ പാർട്ടി. ഇപ്പൊ ഇത് ക്രിസ്മസിന്റെ പാർട്ടിയല്ലേ തീർന്നേ. ഇനി പുതുവർഷത്തിന്റെ പാർട്ടി അങ്ങ് വെക്കും നോക്കിക്കോ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ തലയിൽ വെക്കും. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് എവിടെന്നാ പാർട്ടിയൊക്കെ? നമുക്ക് വല്ല പുതുവർഷമൊക്കെ ഉണ്ടോ? നമുക്കിതാ ഇതുപോലെ ജോലി ചെയ്യണം. അങ്ങനത്തെ കാര്യമൊന്നുമല്ല. കൊച്ചമ്മ പറഞ്ഞേക്കണതേ എനിക്ക് ഇപ്രാവശ്യം പുതുവർഷത്തിൽ എന്തോ സമ്മാനം തരൂന്ന്. എന്റെ കൊച്ചെ, ഇതൊക്കെ ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു അടവല്ലേ അവരുടെ? ഞാൻ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ്. ഇതുവരെ എനിക്കൊരു സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. നീ ഈ വർഷമല്ലേ ഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നത്, അതാ. അപ്പൊ അവരെന്തെങ്കിലൊക്കെ തരും. സവിത പറഞ്ഞ കാര്യങ്ങൾ ശാന്തി കേട്ടോണ്ടേയിരുന്നു. തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൾ അവളുടെ ജോലിക്ക് പോയി. സവിത, പാർട്ടി ഹാൾ നന്നായിട്ട് വൃത്തിയാക്കണം. കുറച്ച് കഴിയുമ്പോ പുതുവർഷമാണ്. അപ്പൊ പാർട്ടി ടെറസിൽ വെച്ച് നടത്തണം. അതുകൊണ്ട് ജോലി ഇച്ചിരി കൂടുതലായിരിക്കും. പോകുന്ന സമയത്ത് ക്രിസ്മസിന്റെ കേക്കും ആഹാരവും ഒക്കെ കൊണ്ടുപോകണം കേട്ടോ. ശരി ചേച്ചി, ഞാൻ കൊണ്ടുപോക്കോളാം. വൈകുന്നേരം ആവുമ്പോ ക്രിസ്മസിന്റെ കേക്കും കുറച്ച് ആഹാരവും ഒക്കെ അവൾ വീട്ടിലോട്ട് കൊണ്ടുപോകും. വഴിയിൽ സവിതേനെ കാണും. ബാക്കി ഉണ്ടായിരുന്ന സാധനം കിട്ടിയോ? ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഇവർക്കൊന്നും നമ്മളെ ബഹുമാനം ഉണ്ടാവില്ല. മിച്ചം വരുന്ന സാധനം നമുക്ക് തരും. അതിഥികൾ ആ സാധനം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിനക്ക് ആ സാധനം തന്നു, അത്രേ ഉള്ളൂ. അല്ല അല്ല, ഇതെനിക്ക് കൊച്ചമ്മ മാറ്റി വെച്ചിരുന്നതാ. ആ, നിനക്ക് ഞാൻ പറയുന്നൊന്നും വിശ്വാസം ഇല്ലല്ലോ. മാറ്റിയൊന്നും വെച്ചതല്ല. പാർട്ടിയിൽ മിച്ചം വരുന്ന സാധനം തന്നെയാ. എന്റെ കൊച്ചമ്മ അങ്ങനെ ചെയ്യണേ. നോക്ക്, ബാക്കി വന്ന ഇന്നലത്തെ ചോറാ എനിക്ക് തന്നുവിട്ടെ. ഞാൻ ഇത് കഴിക്കാനൊന്നും പോണില്ല. വഴിയിൽ വെച്ച് ഞാൻ ഇതങ്ങ് കളയോ, അത്രേ ഉള്ളൂ. സവിത, അത് തെറ്റായ കാര്യമാണ്. നിനക്ക് കഴിക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ വാങ്ങുന്നത്? നിനക്ക് വേണ്ടെന്നങ്ങ് പറഞ്ഞാ പോരെ. ഭക്ഷണത്തിനെ അപമാനിക്കാൻ പാടില്ല. സവിതയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ ആഹാരം അവൾ വഴിയിൽ തന്നെ കളയും. ശാന്തി പിന്നെ ഒന്നും മിണ്ടില്ല. ആ സാധനം കൊണ്ട് അവൾ വീട്ടിലെത്തി. പിള്ളേര് കേക്കും കഴിക്കുന്ന ആഹാരമൊക്കെ കണ്ടപ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ, ഈ കേക്ക് ഭയങ്കര ടേസ്റ്റിയാണല്ലോ. ഈ സ്പ്രിംഗ് റോളും വളരെ നല്ലതാ മമ്മി. നല്ല ടേസ്റ്റാ ഇതിന്. ഞാൻ മാർക്കറ്റിൽ വെച്ച് ഒരു തവണ ഇത് കണ്ടിട്ടുണ്ട്. അവിടെ ബർഗർ ഉണ്ടായിരുന്നില്ലേ? ആ, ഇപ്പൊ തരാവേ. അതെ കേട്ടോ, നിങ്ങളും കഴിക്കേ. കൊച്ചമ്മ ഒരുപാട് സാധനം തന്നിട്ടുണ്ട്. ശാന്തി, നിന്റെ മുതലാളി വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇത്രയും സാധനങ്ങൾ ക്രിസ്മസ് പാർട്ടിക്ക് വേണ്ടി നിനക്ക് തന്നില്ലേ? അതെ, നല്ല സ്വഭാവമൊക്കെ തന്നെയാണ്. പക്ഷെ സവിതയ്ക്ക് എന്താണെന്നറിയില്ല, അവൾക്കൊരു സന്തോഷം കിട്ടുന്നില്ല. വെറുതെ അവളുടെ കൊച്ചമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എന്ത് ഉപദേശം കൊടുക്കാനാ? നോക്കൂ ശാന്തി, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ടതില്ല. അതുകൊണ്ട് നീ നിന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്ക്. ആ സവിതയുടെ കാര്യം ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെ, ഞാൻ അവള് പറയുന്നൊന്നും ശ്രദ്ധിക്കാറില്ല. നാളെ കൊച്ചമ്മ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പുതുവർഷത്തിന്റെ പാർട്ടി വെച്ചിട്ടുണ്ട്. അതിന് വൃത്തിയൊക്കെ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ശാന്തി ജോലിക്ക് പോകുന്നു. സവിത അന്നേ ദിവസം ജോലിക്ക് പോയില്ല. അവൾ വീട്ടിൽ തന്നെയായിരുന്നു. വൈകുന്നേരത്തെ ജോലിയും കഴിഞ്ഞ് സവിതയുടെ വീട്ടിലൊന്ന് കയറിയിട്ടാണ് പോയത്. എന്തു പറ്റി സവിത, ഇന്ന് ജോലിക്ക് പോയില്ലേ? വല്ല വയ്യായ്കയുണ്ടോ? അതെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തായാലും ഞാനിതൊരു അടവിറക്കിയതല്ലേ വയ്യ എന്ന് പറഞ്ഞ്. 2 ദിവസമേ നമ്മളെ കൊണ്ട് കാടിനെ ജോലി ചെയ്യിപ്പിക്കും. പുതുവർഷത്തിന്റെ പാർട്ടി ഉണ്ടാവും വീട്ടിലെ. എന്നെ കൊണ്ട് എത്ര ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും തരത്തുമില്ല. അതുകൊണ്ട് 1-2 ദിവസം വയ്യ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കും. പുതുവർഷത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വല്ലതും പോവാം. പക്ഷേ അത് തെറ്റായ കാര്യമല്ലേ സവിത? ഒരാൾക്ക് നമ്മളെ ആവശ്യമുണ്ട് എന്നിട്ട് നമ്മൾ അവധി എടുക്കുന്നത് അതത്ര ശരിയല്ല. അവര് നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ജോലി തരുന്നത്. ഒരു ദിവസത്തെ അവധിക്ക് പോലും ശമ്പളം കുറയ്ക്കുന്നില്ലല്ലോ. അപ്പൊ നീ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. നോക്ക് ശാന്തി, എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാനങ്ങ് ചെയ്യും. ഇനി പുതുവർഷം കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ. ശരി, നീനൊക്കെ തോന്നുക ചെയ്യ്. സവിത ജോലിക്ക് പോകത്തില്ല. പുതുവർഷമാണെന്ന് പറഞ്ഞ് അവൾ അവധിയെടുത്ത് വീട്ടിലിരിക്കും. പുതുവർഷത്തിന്റെ തലേദിവസം ഡിസംബർ 31-ന് ശാന്തി ജോലിക്ക് പോയപ്പോ ഭർത്താവ് രമേശ് മോനെയും കൂട്ടിക്കൊണ്ട് ജോലിക്ക് പോയിരുന്നു. മോള് പൂജ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് ശാന്തി അവളെയും കൂടെ കൊണ്ടുവന്നു. പൂജ, നീ അവിടെ പോയിരിക്കെ, ഞാൻ അപ്പോഴേക്കും ജോലി ചെയ്യാം. ആഹാ, ഇന്ന് പൂജ മോളെയും കൊണ്ടാണോ വന്നത്? അതെ, അത് പിന്നെ ഇന്ന് സ്കൂളിന് അവധിയൊക്കെയല്ലേ. അതുകൊണ്ട് സൂരജ് അവന്റെ അച്ഛന്റെ കൂടെ പോയി. ഇവളെന്റെ കൂടെ വന്നു. പുതുവർഷത്തിന്റെ അവധിയൊക്കെയല്ലേ. നല്ല കാര്യമാണ്. നീ ഇവരെ സ്കൂളിൽ വിടുന്നുണ്ടല്ലോ. മോളെ, ബിസ്ക്കറ്റ് എടുക്ക്. ശാന്തി, ഈ ചായ നീ കുടിച്ചോ? എനിക്ക് ചായ കുടിക്കാൻ മൂടില്ല. രാവിലെ 3 ഗ്ലാസ്സാ ചായ കുടിച്ചേ. അമ്മ, വൈകുന്നേരത്തെ പാർട്ടിക്ക് പിസ ഉണ്ടാവുമോ? ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു അത് വേണമെന്ന്.
അതെ അതെ, നിന്റെ അച്ഛൻ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിഷമിക്കണ്ട. അൻമോലെവിടെ? താഴെ വരാൻ പറയൂ. രാവിലെ തൊട്ട് ടെറസിന്റെ മേളില. താഴെ വരാൻ പറ. അവൻ ഡെക്കറേഷൻ കണ്ടോണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അമ്മ, ഇതാരാണ്? ഇത് ശാന്തി ആന്റിയുടെ മോളാണ്, പൂജ. വരൂ പൂജ, എന്റെ കൂടെ. ടെറസ് കാണിച്ചു തരാം, വാ. അതെ അതെ, മോളെ പേടിക്കണ്ട, പൊക്കോ. പൊക്കോ മോളെ, പോയിട്ട് വാ. പൂജയ്ക്ക് സ്വല്പം പേടിയുണ്ടായിരുന്നു. പക്ഷെ റിയ അവളെ വിളിക്കുമ്പോ അവളും ടെറസിലോട്ട് കൂടെ പോകും. കുറച്ചേരം കഴിയുമ്പോ ശാന്തിയുടെ കൊച്ചമ്മ മധു അവളുടെ കൂടെ ടെറസിലോട്ട് പോകും, ജോലിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോഴവൾ കാണും റിയ അൻമോലും പൂജയോട് സംസാരിക്കുന്നത് കേൾക്കും. പൂജ, നീ പുതുവർഷത്തിന്റെ പാർട്ടി എങ്ങനെ ആഘോഷിക്കുന്നേ? ഞങ്ങള് പുതുവർഷത്തിന്റെ പാർട്ടി നടത്താറില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. എന്താ? ഇതുവരെ പുതുവർഷത്തിന്റെ പാർട്ടി ആഘോഷിച്ചിട്ടില്ലേ? ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യും. ക്രിസ്മസ്, ന്യൂ ഇയറിന്റെ പാർട്ടി. നല്ല രസമാണത്. ശാന്തി ന്യൂ ഇയർ പാർട്ടിയുടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ശാന്തി, വൈകുന്നേരം ഭർത്താവിനെയും പിള്ളേരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ. വൈകുന്നേരം അതിഥികളുണ്ടാവും. അവരെ നോക്കുകയും ചെയ്യാം, പിള്ളേർക്ക് പാർട്ടി കൂടുകയും ചെയ്യാം. പുതുവർഷത്തിന്റെ പാർട്ടിയാണോ ആന്റി? അതേ മോളെ, പുതുവർഷത്തിന്റെ പാർട്ടി. വരില്ലേ? ആന്റി, ഞാൻ ഉറപ്പായിട്ടും വരും. പൂജയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ശാന്തിക്ക് ഒരുപാട് സന്തോഷമായി. പൂജ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പുതുവർഷത്തിന്റെ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറയും. ഇക്കാര്യം സവിത അറിയുകയും ചെയ്യും. അവള് ഞെട്ടിപ്പോയി. ശാന്തിയും രമേശും പിള്ളേരും അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങി. സവിത അവിടേക്ക് വരും. എനിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല, പുതുവർഷത്തിന്റെ പാർട്ടിയിൽ നിന്നെ കൊച്ചമ്മ വിളിച്ചെന്ന്. അതെ സവിത, കൊച്ചമ്മ നല്ല സ്ത്രീയാ. കൊച്ചമ്മ ഇന്ന് ഞങ്ങളെ എല്ലാരും കുടുംബത്തോടെയാണ് പാർട്ടിക്ക് വിളിച്ചിരിക്കുന്നത്. വൈകുന്നു, ഞങ്ങൾ പോകട്ടെ എന്നാ. സവിത മിണ്ടാണ്ടായി. കാരണം അവൾക്കൊന്നും പറയാനുള്ള ഒരു ഇതില്ലല്ലോ. ശാന്തി മധുവിന്റെ വീട്ടിൽ അങ്ങനെ എത്തും. ശാന്തിയുടെ 2 പിള്ളേര് പൂജയും സൂരജും റിയെ അൻമോലിന്റെ കൂടെ നല്ല രീതിയിൽ പാർട്ടി എൻജോയ് ചെയ്യുകയായിരുന്നു. മധു ആണെങ്കിൽ അവരെ ഒരു രീതിയിലും ശല്യപ്പെടുത്താനും പോയില്ല. അവരെ ആഹാരം കഴിക്കാനും കളിക്കാനും ഒക്കെ സമ്മതിച്ചു. തിരിച്ച് ശാന്തി വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു കമ്പിളി പുതപ്പ്, തണുപ്പ് കാലത്തിടുന്ന ഉടുപ്പും അവർക്ക് സമ്മാനമായി കൊടുത്തു വിട്ടു. കൊച്ചമ്മയുടെ ദാന സ്വഭാവം എന്നും ഉണ്ടായിരുന്നു. ശാന്തിയുടെ പിള്ളേർക്കും പുതുവർഷത്തെ പാർട്ടി അവർക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അവരും നന്നായി തന്നെ ഇപ്രാവശ്യം സന്തോഷത്തോടെ അത് എൻജോയ് ചെയ്തു. ഈ കഥ തുടങ്ങുന്നത് ഒരു വഴക്കിൽ നിന്നാണ്. പ്രശ്നം ഇതായിരുന്നു: കാവ്യയും കവിതയുടെ അച്ഛന്റെ അസുഖം നല്ലതല്ലായിരുന്നു. ഈ ഒരു കാര്യം അമ്മ നിധിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ശരിക്കും നിധി ഒരു പൈസയുള്ള കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ അവൾക്ക് ഹരീഷിനോട് സ്നേഹം തോന്നി. അങ്ങനെ ഹരീഷിനെ കല്യാണം കഴിച്ചു. പക്ഷെ ഹരീഷിന് അവളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ ആയപ്പോ പതുക്കെ അവൾക്ക് ദേഷ്യമായി അവനോട്. പിന്നെ കാര്യമൊക്കെ കയ്യിന്ന് പോയപ്പോ നിധി അവളുടെ ഇളയ മകൾ കാവ്യനെയും കൊണ്ട് സ്വന്തം വീട്ടിലോട്ട് പോയി. എന്നാൽ മൂത്ത മകൾ കവിത ഹരീഷിന്റെ അടുത്ത് തന്നെ നിന്നു. കാര്യം അത്രയും വഷളായിരുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. പക്ഷെ വിധി എന്നാ 2 സഹോദരികളുടെ ബന്ധം പോയില്ല. 2 പേരും പഠിക്കാൻ ഒരേ കോളേജിലാണ് ചേർന്നത്. പിന്നീട് ഒരു ദിവസം, കവിത, നീ ഇന്നലത്തെ അസൈൻമെന്റ് മുഴുവൻ ചെയ്തോ? ആ, അത് ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോ തന്നെ ചെയ്തായിരുന്നല്ലോ. എന്തേ, നീ ചെയ്തില്ലായിരുന്നോ? അയ്യോ, എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നലെ അമ്മ കിട്ടിപ്പാട്ടി വെച്ചിരുന്നു. അതിലായിപ്പോയി മുഴുവനും ഞാൻ. ആദ്യം ഡാൻസ്, പിന്നെ നല്ല ആഹാരം, പിന്നെ സംസാരം. അങ്ങനെ എന്റെ സമയം മുഴുവൻ പോയടോ. അത് നല്ലതല്ലേ? അമ്മയ്ക്ക് എങ്ങനെയുണ്ടിപ്പാ? കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റി? അതെ, എനിക്കിടയ്ക്ക് അമ്മയുടെ ഓർമ്മ വരാറുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു വീട്ടിലോട്ട് വാ, നമുക്ക് കാണാമെന്ന്? ഇല്ല, അച്ഛൻ ഇല്ലാതെ ഞാൻ വരില്ല. അമ്മയ്ക്കെപ്പോഴില്ല അച്ഛനെ കാണാൻ തോന്നുമ്പോ അപ്പോഴേ ഞാൻ കാണൂ അമ്മേ. അതൊരിക്കലും നടക്കില്ല, അത് നിനക്കും അറിയാം. കാവ്യയും കവിതയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നെങ്കിലും അച്ഛനും അമ്മയുടെ വഴക്ക് കാരണം മനസ്സ് തമ്മിൽ ഇച്ചിരി അകന്നു തന്നെ ഇരുന്നേ. പിന്നീട് ഒരു ദിവസം, നോക്ക് കവിത, ന്യൂ ഇയറിന്റെ ടൂറിന് നീ വരുന്നുണ്ടോ? ആ, മുംബൈ ടൂറാണോ? ആ, അത് തന്നെ. ഏയ്, നീ പൊക്കോ, ഞാനെന്തായാലും ഇല്ല. അതെന്താ? പക്ഷെ അവിടെ പോയിട്ട് ഷാരൂഖിന്റെയും സൽമാന്റെ വീട് കാണാം. ചിലപ്പോ ഓട്ടോഗ്രാഫും കിട്ടിയാലോ. പക്ഷെ ടൂറിനെ ഭയങ്കര പൈസയാണ് കോളേജ് ഈടാക്കുന്നത്. ഒരുപാടൊക്കെ എന്താണ്, 10,000 രൂപയില് ചോദിക്കണേ. 3 ദിവസത്തെ ടൂറുണ്ട്. അത്രയും ചെലവെന്തായാലും വരില്ലേ? നിനക്കറിയാലോ, അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല അത്. അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അച്ഛനോട് 3,000 രൂപ ആവുന്നുള്ളൂന്ന് പറ. അതെന്തായാലും സമ്മതിക്കുമല്ലോ. ശരി, ബാക്കി 12,000 രൂപ ആര് കൊടുക്കും? അത് ഞാൻ അമ്മോട് പറഞ്ഞു തരാം. ഒരിക്കലുമില്ല, അച്ഛനോട് ഞാൻ കള്ളം പറയത്തില്ല, മനസ്സിലായോ? പക്ഷേ അത് നിന്റെയും കൂടെ അമ്മയല്ലേടാ? അതെ, പക്ഷെ എന്നെ ഇതുവരെ കാണാൻ വന്നില്ലല്ലോ. ഇത്രയെങ്കിലും ഒരു സ്നേഹം ഉണ്ടോ? എന്നിട്ട് നീ പറയണ അവരുടെ പൈസ എടുത്ത് ഞാൻ കറങ്ങണമെന്ന്.
കവിതയുടെ ഈ കാര്യം കേട്ട് കാവ്യ മിണ്ടാതെയായി. ശരിക്കും നിധി കവിതേനെയും ഹരീഷിനെയും മറന്നുപോയിരുന്നു. പതുക്കെ നിധിയുടെ അഹങ്കാരം കാവ്യയിലും കാണാൻ തുടങ്ങി. പിന്നീട് കവിതയോട് സംസാരം നിർത്തിയവൾ. ഇക്കാര്യം കവിതയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം, ആ കവിത, മാസ്റ്റേഴ്സ് നീ എവിടെന്നാ ചെയ്യാൻ പോണേ? അത് ആലോചിക്കാൻ എന്താണ്, ഇവിടുന്ന് തന്നെ. ആണോ? ഞാൻ വേറെയാ പ്ലാൻ ചെയ്യുന്നത്. അമ്മ ശരിയാ പറയണേ, ഈ കോളേജിന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല. ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഒരു മാതിരിയാ ശരിക്കും. പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെന്താ ഇപ്പൊ? പെട്ടെന്നൊന്നുമല്ല, എന്റെ തലയിൽ ഒരുപാട് ദിവസമായിട്ടുണ്ട്. ഗ്രാജുവേഷൻ പാതി വഴി നിർത്താൻ പറ്റില്ലല്ലോ. പക്ഷേ മാസ്റ്റേഴ്സ് ഞാൻ കുറച്ച് വില കൂടിയ നല്ല കോളേജിൽ നിന്ന് ചെയ്യുള്ളൂ. കവിതയ്ക്ക് നന്നായി മനസ്സിലായിരുന്നു അവളെ താഴ്ത്താൻ വേണ്ടിയാണ് ഈ കാവ്യ ഇതൊക്കെ പറയണേന്ന്. കവിതയ്ക്കും തോന്നി കാവ്യ ഇനി അടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ വിധി ഇതൊന്നും അല്ലായിരുന്നു. കാവ്യയും കവിതയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അതുവഴി ഒരു ഹാൻസം പയ്യൻ അങ്ങോട്ടേക്ക് വരും. വലിയൊരു വണ്ടിയിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഹായ് കാവ്യ. ഹായ് രോഹിത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ എന്താ ഇവിടെ? ഞാൻ വിമൽ സാറിനെ കാണാൻ വന്നതാ. അദ്ദേഹം ചെറുപ്പം തൊട്ടെന്റെ ട്യൂഷൻ ടീച്ചറായിരുന്നു. ഞാനിവിടെ വരുമ്പോഴെല്ലാം അദ്ദേഹത്തെ വന്നിക്കാൻ ഇങ്ങോട്ട് വരാറുണ്ട്. രോഹിത്തിന്റെ സംസാരം കേട്ട് കവിതയ്ക്ക് ഒരുപാട് ഇഷ്ടായി. പക്ഷെ കാവ്യയ്ക്ക് രോഹിത് പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്ത് പൊട്ടത്തരോ ഇത്? അവരുടെ കാല് പിടിക്കുന്ന എന്തിനാണ്? നീ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും കൊടുത്തിട്ടില്ലേ? അയ്യോ, അതങ്ങനെയല്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരാണ്? ഓഹോ, ഇത് കവിതയാണ്. എന്റെ നല്ല ഫ്രണ്ട്. കാവ്യ പറഞ്ഞത് അവക്ക് വിഷമമായി, പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ നിന്നു. കവിത, ഇത് രോഹിതാണ്, മിസ്റ്റർ ഒബ്രോയന്റെ ഒരേ ഒരു മകൻ. നമ്മുടെ ഫാക്ടറിയിലെ എല്ലാ റോ മെറ്റീരിയൽസ് ഇവരുടെ കമ്പനിയിൽ നിന്നാണ്. ഓ, ഹലോ, നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. രോഹിത്തിന് കവിതയുടെ ഈ സ്വഭാവം ഇഷ്ടപ്പെട്ടു. കവിതയ്ക്കും രോഹിത്തിന്റെ ഈ ഒരു മര്യാദ ഇഷ്ടപ്പെട്ടു. വിധി എന്ന് പറയുന്നത് വീണ്ടും അവർക്ക് കണ്ടുമുട്ടേണ്ടി വന്നു. ഹായ് കവിത. ഹായ് രോഹിത് ജി. അല്ല, എന്നെ ജി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാ? എനിക്ക് നിങ്ങളെക്കാളും പ്രായമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നതാ. എന്തിനാ? അതായത് ആക്ച്വലി ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, സോ നമുക്ക് ഒരുമിച്ച് അങ്ങ് ആഘോഷിച്ചാലോ? ഞാൻ കാവ്യയോടും പറഞ്ഞിരുന്നു. സോറി രോഹിത്, എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ട് അവിടെ പോയി സെലിബ്രേറ്റ് ചെയ്യാന്ന് കരുതി. കുഴപ്പമില്ല. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. അതെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ സെലിബ്രേഷന് വരാലോ? പിന്നെന്താ, വരാലോ. ഞാൻ തീർച്ചയായും വരാം. രോഹിത്തും കവിതയ്ക്കും അങ്ങോട്ടിങ്ങോട്ടും ഒരുപാട് ഇഷ്ടാവാൻ തുടങ്ങി. രണ്ടുപേർക്കും അങ്ങോട്ടിങ്ങോട്ടും സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് നീതി രോഹിത്തിനെ കാവ്യയെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു. ന്യൂ ഇയറിന്റെ ദിവസം കാവ്യ രോഹിത്തിനെ കാത്തുനിന്നു. പക്ഷെ രോഹിത് കവിതയെ കാണാൻ പോയി. കവിത ഒരുപാട് സമ്മാനങ്ങൾ രോഹിത്തിന്റെ കാറിൽ വെച്ചു. പിന്നീട് കവിത അനാഥാശ്രമത്തിൽ പോയി. അവിടെ ചെന്ന് ഒരുപാട് സാധനങ്ങൾ അവൾ അവർക്ക് ദാനം ചെയ്തു. വൈകുന്നേരമായപ്പോ ഒരു വൃദ്ധാശ്രമത്തിലെത്തി. അവിടെ ഒരുപാട് അമ്മമാര് കവിതയെ കാത്തിരിക്കുകയായിരുന്നു. കവിത എല്ലാവർക്കും വേണ്ടി ഒരു ഷോള് കൊണ്ടുപോയിരുന്നു. രോഹിത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വയസ്സായിട്ടുള്ളവരോടുള്ള ബഹുമാനം, കവിതയുടെ ഈ സ്വഭാവം രോഹിത്തിനെ കണ്ട് കണ്ണു നിറഞ്ഞു. അവിടെ കാവ്യയുടെ വീട്ടിൽ. രോഹിത് എവിടെ പോയതാ? പെട്ടെന്ന് വാടോ, നിനക്കറിയില്ല ഇന്നത്തെ എന്ത് സർപ്രൈസ് ആണെന്ന്. ഇന്ന് എന്തായാലും ഞാൻ നിന്നെ പ്രൊപ്പോസ് ചെയ്യും. വിൽ യു മാരി മീ കവിത? പക്ഷേ പ്ലീസ് യെസ് എന്ന് പറയൂ. ഞാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യും. യെസ് യെസ്. കവിത കല്യാണത്തിന് സമ്മതിച്ചപ്പോ അവിടുത്തെ എല്ലാവരും സന്തോഷത്തോടെ ആടാൻ തുടങ്ങി. ഈ വർഷം കവിതയ്ക്ക് നല്ലൊരു പുതുവർഷം തന്നെയായിരുന്നു. ഇപ്പുറത്തെ കാവ്യയ്ക്ക് എല്ലാം നഷ്ടമാകുകയായിരുന്നു. അവൾ ആഗ്രഹിച്ചതൊക്കെ. കാശുകൊണ്ട് ചില കാര്യങ്ങൾ നേടാൻ പറ്റത്തില്ല. Thanks for watching.